എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ പേരൻസ് ഉണ്ടെങ്കിൽ പേരൻസിൻ്റെ അടുത്താണ്. അതായത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അവരുടെ സ്വപ്നങ്ങളെ അല്ലെങ്കിൽ അവർക്ക് എന്താകണമെന്ന് അവർ പറയുമ്പോൾ അത് കേൾക്കാൻ ചെവി കൊടുക്കുന്നുണ്ടോ, അതിനനുസരിച്ചാണ് കുട്ടികൾ മുന്നോട്ട് വളരുക. അങ്ങനെ നല്ലൊരു സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പേരൻസ് എല്ലാ കുട്ടികളെയും സപ്പോർട്ട് ചെയ്യണം. എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കേണ്ടത്, എല്ലാ തെറ്റുകളും പറഞ്ഞ് തിരുത്തി ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാം എന്ന് കരുതിയത്. പിന്നെ ഉള്ളത് അധ്യാപകരാണ്. ഞാൻ ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു IAS ഓഫീസറായി ഇവിടെ നിൽക്കുന്നെങ്കിൽ എൻ്റെ കോളേജിലെ എൻ്റെ അധ്യാപകനായ പ്രേംനാഥ് സാർ ഒരാൾ മാത്രമാണ് കാരണമാണ് എന്ന് ഞാൻ പറയും. എന്നിൽ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് എൻ്റെ സാറാണ്. സാറിൽ നിന്നാണ് ഞാൻ പല കാര്യങ്ങളും പഠിക്കുന്നത്. ഞാനൊരു ചെറിയ കഥ പറയാം. ഞങ്ങളുടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ കോളേജിൻ്റെ അകത്ത് തന്നെ ഒരു വലിയ ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയുടെ സൈഡിൽ ലൈബ്രറിയിലേക്ക് പോകുന്ന ഒരു കോറിഡോറുണ്ട്, ഒരു വരാന്തയുണ്ട്. ആ വരാന്തയിൽ നിറയെ ബെഞ്ചും ഡെസ്കുമാണ്. എന്ന് വെച്ചാൽ എപ്പോഴും അവിടെ ചെന്ന് നിൽക്കാൻ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് NSSൻ്റെ ഭാഗമായിട്ട് ഞാനും സാറും നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ അതുവഴി സംസാരിച്ചുകൊണ്ട് പോവാണ്. അപ്പം വൈകിട്ടായപ്പോഴത്തേക്ക് ലൈബ്രറിയിൽ പോകാനുള്ള കുറേ കുട്ടികൾ ഇങ്ങനെ അവിടെ തിക്കി തിരക്കി നിൽക്കാം. അപ്പോൾ ആർക്കും അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല, ആകെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കാം. അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു, നമുക്കിത് റിപ്പോർട്ട് ചെയ്യാം, ഇത് നമുക്ക് ശരിയാക്കാൻ പറയാം എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു അപേക്ഷയൊക്കെ എഴുതി കോളേജിലൊക്കെ കൊടുത്ത്. പക്ഷേ പിറ്റേ ദിവസം വൈകിട്ടും ഞങ്ങൾ അവിടെ ചെന്നപ്പം ഇതേ അവസ്ഥ തന്നെ. അപ്പോൾ സാറ് പറഞ്ഞു, വരൂ സ്വാതി, നമുക്കിത് പിടിക്കാം, നമുക്കിത് പിടിച്ച് മാറ്റിയിടാം എന്ന് പറഞ്ഞു. സാറ് ഒരു കോളേജ് പ്രൊഫസറിൻ്റെ ഡൊമെയിനിലുള്ളതല്ല. അതായത് പഠിപ്പിക്കുക, വരിക, പഠിപ്പിക്കുക, പോവുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു കോളേജ് പ്രൊഫസറിൻ്റെ ഡൊമെയിനിലുള്ള കാര്യമല്ല വന്ന് ബെഞ്ച് നീക്കിയിടുക എന്നുള്ളത്. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ആ ബെഞ്ച് നീക്കിയിട്ടു. അവിടെ പിന്നെ ആ ഒരു ക്രൗഡ് ഉണ്ടായിട്ടില്ല. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ അന്നാണ് സാറിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കുന്നത്. അതായത് നമ്മൾ ഒരാൾ മുന്നിട്ട് ഇറങ്ങിയാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെല്ലാം ഞാൻ പഠിച്ചത് എൻ്റെ അധ്യാപകരിൽ നിന്നാണ്. അങ്ങനെ പല പല കുട്ടികൾക്കും നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന അധ്യാപകരാവട്ടെ എന്ന് ഞാൻ വളരെയധികം ആശംസിക്കുന്നു. ഹെഡ് മാസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ സാറ് പറഞ്ഞതനുസരിച്ച് എനിക്കും അങ്ങനെ തന്നെയാണ് മനസ്സിലായത്. അധ്യാപകരെ കുറിച്ച് കുട്ടികളുടെ അടുത്തും എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചെറുതോ വലുതോ എന്ത് പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആദ്യം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് അധ്യാപകരാണ്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകരുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും 1-2 ടീച്ചേഴ്സ് ഉണ്ടാവും. അവരുടെ അടുത്ത് സംസാരിക്കുക.